ലോഞ്ചിങ് സെറമണി നടക്കുന്ന ഗംഭീരമായിട്ടുള്ള ദിവസമാണെന്ന് എല്ലാ അതിഥികളെയും ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി വെൽക്കം ചെയ്യുകയാണ്. എവരിബഡി പ്ലീസ് ബി സീറ്റഡ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സിദ്ദീഖിന്റെ സുഹൃത്തുക്കൾക്കും അഭിജയാകാംക്ഷികൾക്കും വിനീതമായ നമസ്കാരം. സിദ്ദീഖിന്റെ ആത്മകഥ ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അഭിനയം അറിയാതെ. ഇന്നത്തെ കാലത്ത് അറിയാവുന്നുള്ള കാര്യം അറിയാത്ത കാര്യം അറിയാവുന്ന പറയുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ അറിയാവുന്നുള്ള കാര്യം അറിയില്ല എന്ന് പറയുന്നതാണ് സിദ്ദീഖിന്റെ വലിപ്പം എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സിദ്ദീഖിന്റെ അഭിനയ ജീവിതത്തിന്റെ 40 വർഷങ്ങൾ, ഈ 40 വർഷങ്ങൾ തന്നെയാണ് ഞാൻ സിദ്ദീഖുമായിട്ടുള്ള ബന്ധത്തിന്റെയും കാലയളവ്. ഈ 40 വർഷം സിദ്ദീഖ് സിനിമയിൽ വന്നതും ഞാൻ സിനിമയിൽ വരുന്നതും ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ്. ഞാനൊരു സഹസംവിധായകനായി ഇരിക്കുമ്പോഴാണ് സിദ്ദീഖിനെ പരിചയപ്പെടുന്നത്. വളരെ യാദൃച്ഛികമായി ഡയറക്ടർ ശ്രീ കമലിൻ്റെ കൂടെ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരിക്കുന്ന കാലഘട്ടത്തിൽ കമലിൻ്റെ ആദ്യത്തെ സിനിമയായ എഴുന്നീർ പോഴി അഭിനയിക്കാൻ വന്ന സമയത്താണ് സിദ്ദീഖിനെ പരിചയപ്പെടുന്നത്. പിന്നെ പരിചയം വളരെ അടുത്ത സുഹൃത്ത് ബന്ധമായി, കുടുംബബന്ധമായി, ആത്മബന്ധമായി. മിക്കവാറും എൻ്റെ എല്ലാ സിനിമകളിലും, ഏകദേശം എല്ലാ സിനിമകളിലും സിദ്ദീഖ് ആ സിനിമയുടെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട്. സിദ്ദീഖിന്റെ ഒരു അഭിനയ ജീവിതം എടുത്തു കഴിഞ്ഞാൽ സിദ്ദീഖ് പറയുന്ന ഒരു കാര്യം ശരിയാണ്. അഭിനയം അറിയാതെ എന്ന് പറയുന്നത്, അഭിനയം സിനിമയിലൂടെ പഠിച്ച ഒരാളാണ് സിദ്ദീഖ് എന്ന് ഞാൻ പറയും. കാര്യം സിദ്ദീഖ് ആദ്യ സിനിമയിൽ വന്ന കാലത്ത് സിദ്ദീഖ് ഇത്രയും റേഞ്ചുള്ള ഒരു ആക്ടറായി മാറുമെന്ന് ഞാൻ ഉൾപ്പെടെ ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിന്നും ഓരോ സിനിമയിലൂടെ കടന്നു വന്ന് ഏറ്റവും മഹാനായ ഒരു നടനായി ഏത് കഥാപാത്രവും തനിക്ക് ഇണങ്ങും, അത് എന്തായാലും അത് എങ്ങനത്തെ കഥാപാത്രമായാലും തനിക്ക് പറ്റും എന്ന് പല സിനിമകളിലൂടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നും മലയാള സിനിമയിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യമായി സിദ്ദീഖ് നിലകൊള്ളുന്നു. ഇനിയും കാലങ്ങളോളം ആ നിലനിർത്താൻ കഴിയട്ടെ. അതിനുള്ള ആയുസ്സും ആരോഗ്യവും നൽകി സർവേശ്വരൻ സിദ്ദീഖിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ശ്രീ വിജയ് തമ്പി സർ. യെസ്, സിദ്ദീഖ് സർ വേദിയിലേക്ക് എത്തുന്നു. ധന്യമായ നിമിഷങ്ങൾക്ക് സാക്ഷികളാവുന്നു നമ്മൾ. എല്ലാവരോടും ആദ്യം ക്ഷമ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റേജിലേക്ക് ഓടിക്കയറിയത്. 6 മണിക്ക് തന്നെ പ്രോഗ്രാം തുടങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ 6 മണിക്ക് എത്താൻ സാധിക്കാതിരുന്നതിൻ്റെ കാരണം എനിക്ക് പുസ്തകം മമ്മൂക്കനെ കൊണ്ട് പ്രകാശനം ചെയ്യിക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും, എല്ലാ തുടക്കത്തിനും, എന്നും എൻ്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മുതൽ എൻ്റെ കൂടെയുള്ള ആളാണ് മമ്മൂക്ക. അപ്പോൾ ഈ പുസ്തകം മമ്മൂക്ക പ്രകാശനം ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഇന്നും മമ്മൂക്ക വരാമെന്ന് സമ്മതിച്ചിരുന്നത് തന്നെയാണ്. പക്ഷേ ഞാൻ മമ്മൂക്കയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ട് മമ്മൂക്കനെ കൂട്ടിയിട്ട് വരാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവിടുത്തെ ഒരു ഷൂട്ടിങ്ങിന് അവിചാരിതമായി വന്ന ചില ഡിലേ കാരണം മമ്മൂക്കൊക്കെ അവിടുന്ന് വരാൻ പറ്റിയില്ല. അത് 10 മണിയെങ്കിലും ആവും മമ്മൂക്കയുടെ ഷൂട്ടിംഗ് കഴിയാൻ. അപ്പോൾ വളരെ ദുഃഖത്തോടുകൂടി തന്നെയാണ് മമ്മൂക്ക എന്നെ യാത്ര അയച്ചത്. ഞാനപ്പോൾ അവിടുന്ന് വരാൻ കുറച്ച് ഡിലേ ആയി പോയതുകൊണ്ടാണ് ഇത്രയും സമയം വൈകിയത്. ഇത്രയും സമയവും നിങ്ങളെ ബോറടിപ്പിക്കാതെ ഇവിടെ പാട്ടുപാടിയിരുന്ന എല്ലാ ഗായകർക്കും ഗായികമാർക്കും ഒക്കെ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ തമ്പി പറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് നന്ദി, സന്തോഷം. എല്ലാവർക്കും അറിയാം, എൻ്റെ തമ്പിയുടെ ഒരു സിനിമ ജീവിതം തുടങ്ങുന്ന ഏതാണ്ട് ഒരേ സമയത്താണ്. ആദ്യത്തെ സിനിമ മുതൽ ഞാൻ തമ്പിയുടെ കൂടെ ഉണ്ട്. ഒരു 4 or 5 സിനിമകളൊക്കെ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് തമ്പി എൻ്റെ ചെവിയിൽ പറയുന്നത്, ഈ എല്ലാ സിനിമയിലും വേഷത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താൻ ശ്രമിക്കണം. ഒരു 10 സിനിമയിലെ സ്റ്റില്ലെടുത്ത് നിരത്തി വെച്ചാൽ ഈ 10 സിനിമയും ഏതാണെന്ന് തനിക്ക് കാണിക്കാൻ പറ്റണം. ഇന്ന സിനിമ ഇത് ഞാൻ ഇന്ന സിനിമയിലാണ്, അല്ലാതെ എല്ലാ സിനിമയിലും ഒരുപോലെ ഇരിക്കരുത്. അങ്ങനെ ഒരു മേക്കപ്പിലൊക്കെ ഒരു വ്യത്യാസം വരുത്തണമെന്ന് എനിക്ക് ആദ്യം പറഞ്ഞു തന്നത് തമ്പിയാണ്. എൻ്റെ കഥാപാത്രങ്ങളിൽ മാറ്റം ഉണ്ടാക്കി തന്നത് തമ്പിയാണ്. സത്യമേവ ജയതേ എന്ന് പറയുന്ന സിനിമയാണ് 2000-ൽ ഇറങ്ങിയ ആ സിനിമയാണ് എനിക്ക് കരിയറിലൊരു വളർച്ച ഉണ്ടാക്കി തന്നത്. പിന്നീടാണ് പലരും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ എനിക്ക് തരാൻ ധൈര്യപ്പെട്ടത്. അതുവരെ ഈ പൂവാലൻ റോളുകൾ മാത്രം ചെയ്തുകൊണ്ട് നടന്ന എനിക്ക് ഒരു അഭിനയത്തിന് സാധ്യതയുള്ള കഥാപാത്രങ്ങൾ കിട്ടിത്തുടങ്ങിയത് തമ്പി
സത്യമേവ ജയതേ എന്ന സിനിമ തന്നതിന് ശേഷമാണ്. തനിക്ക് ഏത് വേഷവും ചെയ്യും, തനിക്ക് പല രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കും, താനിങ്ങനെ കോമഡി മാത്രം ചെയ്ത് നടന്നാൽ പോരടോ എന്നൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും വിളിച്ച് പറയുന്നതും ഓരോ കഥകൾ ഡിസ്കസ് ചെയ്യുന്നതും സിനിമയോടുള്ള എൻ്റെ താല്പര്യം മനസ്സിലാക്കി എന്നെ കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതൊക്കെ തമ്പിയാണ്. അപ്പോൾ ഞങ്ങളുടെ കോമൺ ആയിട്ടുള്ള സുഹൃത്തുക്കൾ എപ്പോഴും കളിയാക്കി പറയും. ഇപ്പോൾ അമിതാഭ് ബച്ചൻ ബോംബെയിൽ നിന്ന് തമ്പി വിളിച്ചിട്ട് പറയുന്നത്, വിജയ് തമ്പി എൻ്റെ അടുത്ത സിനിമ തമ്പിയാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അമിതാഭ് ബച്ചൻ പറഞ്ഞാൽ ഉടനെ തമ്പി ചോദിക്കാൻ പോകുന്നത് അതിൽ സിദ്ദിഖിനെ പറ്റി ഏത് റോൾ ഉണ്ടാവും എന്ന് തമ്പി ചോദിക്കും എന്ന് പറയും. അപ്പം അങ്ങനെ ഞാനെന്ന നടൻ വളർന്നു വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സംവിധായകനാണ്. എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സംവിധായകനാണ്. എന്ത് കാര്യത്തിനും ഇപ്പോഴും കുടുംബപരമായിട്ട് ഞങ്ങൾ അടുപ്പമുണ്ട്. ഞാനെന്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തമ്പിയോട് ആലോചിക്കും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ ഒരു വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സംവിധായകനാണ്. തമ്പിയുടെ സിനിമ മാത്രം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ കരിയറിലുണ്ടായ ഒരു വ്യത്യാസം. അപ്പം ഞാൻ ജീവിതത്തിലും ഈ സിനിമാ ജീവിതത്തിലൊക്കെ ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുള്ള ആളാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇങ്ങനൊരു സന്ദർഭത്തിൽ തമ്പി വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നല്ല വാക്കുകൾ സംസാരിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. ഇനി ഞാൻ സാറിൻ്റെ പ്രസൻസിൽ തന്നെ മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത നമ്മളുടെ സ്വന്തം പ്രതിഭ ശ്രീ ഹരിശ്രീ അശോകൻ സാറിന്റെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഒരു ഗംഭീര കൈയടി കൊടുത്തുകൊണ്ട്, ഒരു മനസ്സ് നിറഞ്ഞ ഉള്ളിൽ നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. യെസ്, പ്ലീസ് വെൽക്കം സർ, വെൽക്കം ഓൺ സ്റ്റേജ്. സിദ്ദിഖിൻ്റെ ഒരു ആത്മകഥ ഇവിടെ പുസ്തക പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാനും ഒരു നന്ദി പറയുകയാണ്. കാരണം സിദ്ദിഖിനെ ഒരു സഹപ്രവർത്തകനായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത്. എന്ത് കാര്യത്തിനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്, പല അഡ്വൈസും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. സിദ്ദിഖ് നടനെന്ന രീതിയിലല്ല നമ്മളോടൊക്കെ പെരുമാറുന്നത്. ഒരു സുഹൃത്ത് നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും പറയാനും അതിനൊരു മറുപടി, കൃത്യമായൊരു മറുപടി പറയാൻ കഴിവുള്ള ഒരാളാണ് സിദ്ദിഖ്. മദ്രാസിൽ ഞങ്ങളൊരു രഞ്ജിയൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ചെറിയ ഒരു സംസാരം അവിടെ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് വന്ന ഒരു പാർട്ടീസാണ്. അവരാരാണെന്ന് പോലും നോക്കാതെ അതിന് അപ്പം തന്നെ മറുപടി കൊടുത്തു. അതിലൊരു ലേഡിയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരു മറവെക്കുന്ന ആളല്ല, അപ്പോൾ തന്നെ അതിന് മറുപടി കൊടുത്തു. കാരണം അതിന് കറക്റ്റ് മറുപടിയാണ് കൊടുത്തത്. പക്ഷെ അവർ വിചാരിച്ചില്ല അങ്ങനെ ഒരു മറുപടി കിട്ടുന്നു. അപ്പം ഞാൻ സിദ്ദിഖിനെ നോക്കി, അതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല. കൃത്യസമയത്ത് പറയേണ്ടത് കൃത്യമായിട്ട് പറയുന്ന ഒരു മറയില്ലാത്ത ഒരു വ്യക്തിയാണ് സിദ്ദിഖ്. അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഇത്ര ഗംഭീരമായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണ്. അത് കോമഡി ആണെങ്കിലും ഇമോഷൻസ്, സെന്റിമെന്റ്സ് എന്താണെങ്കിലും നന്നായിട്ട് ഫൈറ്റ് ചെയ്യാനറിയാം, പാട്ട് പാടാനറിയാം ഗംഭീരമായിട്ട്. ഇതിനേക്കാളെല്ലാം ഉപരി കഥ പറയാൻ അറിയാവുന്ന ആളാണ്. നല്ല തമാശ കഥകൾ പറയാനറിയാം. തമാശ കഥ പറയാൻ തന്നെ ഒരുമാതിരിപ്പെട്ട ആൾക്കൊന്നും പറ്റില്ല. അഭിനയിക്കാൻ പറ്റും, പക്ഷെ കഥ പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കഥ എങ്ങനെ പറയണം, അത് എവിടെ ഏതെല്ലാം വാക്ക് ഉപയോഗിച്ച് ഏത് റൂട്ടിൽ കൂടി കൊണ്ടുപോകണം, അതിനെങ്ങനെ ക്ലൈമാക്സ് നിയന്ത്രിക്കണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഭയങ്കര കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ്. സിദ്ദിഖിലൂടെ ഞാൻ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ചെയ്ത പടങ്ങളിലെല്ലാം എന്നോട് പറയും, അശോക അത് അവിടെ ഇങ്ങനെ ഒരു സാധനം കൂടി ഇട്ടാലോ എന്നിട്ട്. അപ്പം നമ്മളത് ശരിക്കും ഞാനപ്പോൾ ചില സമയത്ത് റിഹേഴ്സൽ സമയത്തൊക്കെ സിദ്ദിഖിനെ നോക്കും. അപ്പോൾ സിദ്ദിഖ് തലമുണ്ടെങ്കിൽ ഓക്കെ പറയും. അതുപോലെ തന്നെ ഞങ്ങൾ ഊട്ടിയിൽ ചെയ്തൊരു പടം ലാലിൻ്റെ മോനൊക്കെ സൊസൈറ്റി ആയിട്ടില്ല, ഗോസ്റ്റ് ഓഫ് സിറ്റി. അതിലെന്നോട് ഞാൻ ഇങ്ങനെ ചായ കിടക്കാനാണ്. അതിൻ്റെ അകത്ത് ഞാൻ അഭിനയിച്ചിട്ടിരുന്നപ്പോൾ എൻ്റെ അടുത്തിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞോ അങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര യൂഷ്വലി ആവുന്നത് കാണാൻ. അങ്ങനെ പല സിനിമകളിലും എന്നോട് പല കാര്യങ്ങളും പറയാം. അതൊരു എക്സ്പീരിയൻസ് ആണത്. അതുപോലെ തന്നെയാണ് നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ പെരുമാറൊക്കെ. പിന്നെ 40 വർഷമായി സിദ്ദിഖ് ഇപ്പോഴും ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എൻ്റെ വിശ്വാസം ശരിയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ സിനിമയെ കണ്ട പോലെ തന്നെ അതിനേക്കാളും ഒരുപാട് ഉയർന്ന ഒരു മേഖലയിലാണ് ഇപ്പോൾ സിദ്ദിഖ് നിൽക്കുന്നത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്തേക്കണം. ഇതുപോലൊരു നടനെ ഇല്ലെന്നില്ല, അതിൽ ഒന്നാം സ്ഥാനത്തിന് നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ്. അതുകൊണ്ട് ഈ ചടങ്ങിൽ എനിക്കും പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിൽ
എല്ലാവരോടും നന്ദി പറയുന്നു. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം സിദ്ദിഖുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. അശോകനെ പറ്റി എനിക്കും ഒരുപാട് പറയാനുണ്ട്. കാരണം ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് സിദ്ദിഖിൻ്റെ ലാലിൻ്റെ കൂടെയൊക്കെ അശോകൻ്റെ മിമിക്രി കൊതിച്ചിട്ടുള്ള ആളാണ്. ഞാൻ അശോകനൊക്കെ മിമിക്രി കാണിക്കുന്ന സദസ്സിൽ ഞാനിരുന്ന് മിമിക്രി കണ്ടിട്ടുണ്ട്. അന്നൊക്കെ അശോകൻ്റെ തമാശകൾ കേട്ടിട്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട്. പിന്നെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ പറയുന്ന ആളാണ്. അപ്പോൾ ഒരു ദിവസം അശോകൻ വന്ന് പറഞ്ഞൊരു തമാശ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അശോകൻ ഫാമിലിയും കൂടെ നമ്മളിങ്ങനെ അശോകൻ ഫാമിലിയും കൂടെ എവിടെ പോയിട്ട് സിനിമ കണ്ടിട്ട് കഴിഞ്ഞിട്ട് രാത്രി തിരിച്ചു വരിക. അപ്പം നല്ല മഴയുണ്ട്. മഴയത്ത് കലൂർ സ്റ്റേഡിയത്തിന് മുമ്പിൽ വന്നപ്പോൾ ആ റോഡിൽ കിടന്നിട്ട് രണ്ടുപേരും ഭയങ്കര അടി കൂടുന്നു. നല്ല ഇടിയാണ് രണ്ടുപേരും കൂടെ. അപ്പോൾ അശോകൻ കാറെടുത്ത് ചോദിച്ചു, എന്താണ് അവിടെ കിടന്ന് രണ്ടുപേരും ഇടിക്കുന്നത്? അപ്പം നമ്മുടെ അർജുൻ അശോകൻ, ഇപ്പോഴത്തെ നമ്മുടെ പ്രിയങ്കരനായ നടൻ അർജുൻ അശോകൻ്റെ ചെവിയിൽ ഇന്ന് പത്രത്തിലുണ്ടായിരുന്നല്ല ഇടിയോടുകൂടി മഴ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് തമാശകളൊക്കെ ഞങ്ങൾ തമ്മിൽ എപ്പോഴും പങ്കുവെക്കാറുണ്ട്. കുടുംബപരമായിട്ട് നല്ല അടുപ്പമാണ്. അപ്പോൾ എല്ലാവരും തമ്മിൽ വളരെ സ്നേഹത്തോടെ പോകുന്നു. അശോകനുമായിട്ടും വളരെ ദീർഘകാലത്ത് സുഹൃത്ത് ബന്ധമുണ്ട്. ചടങ്ങിന് വന്നതിന് ഒരുപാട് നന്ദി അശോകൻ. ജയൻ ഞങ്ങളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. സംഘടന രൂപപ്പെട്ടതിന് ശേഷം ഈ പുതിയ കമ്മിറ്റി ചാർജ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സംഘടന കൂടുതൽ വളർച്ചയിലേക്ക് എത്താനൊക്കെ ജയൻ്റെ നല്ല നല്ല നിർദ്ദേശങ്ങളുണ്ടായിട്ടുണ്ട്. ജയൻ മികച്ച നടനാണ്, മികച്ച ഒരു ഗായകനാണ്, നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ്, സംഘാടകനാണ്. അപ്പം ഇങ്ങനെ ഒരു സുഹൃത്തിനെ കൂടെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ജയൻ. എല്ലാവർക്കും നമസ്കാരം. സിദ്ദിഖേട്ടൻ എഴുതും എന്നുള്ളത് സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു. അതൊരു പുതിയ അറിവാണ് എൻ്റെ ഇവിടെ വന്നപ്പോൾ. ആയിട്ടിരിക്കുന്ന ആദ്യത്തെ ടൈറ്റിലും അദ്ദേഹത്തിന് യോജിക്കുന്നതാണ്, അഭിനയം അറിയാതെ. കാരണം നമ്മൾ പലപ്പോഴും സിനിമയിൽ അഭിനയിക്കുമ്പോഴും സിനിമയുമായിട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഒരു അഭിനേതാവിനെ സംബന്ധിച്ച് അഭിനയിക്കുന്നത് ഒരാൾ അഭിനയിക്കുന്നത് ഒരിക്കലും കണ്ടുകൊണ്ടിരിക്കുന്നവൻ അറിയാൻ പാടില്ല. ഭയങ്കര റിയലിസ്റ്റിക് ആയിരിക്കണം. നമ്മളൊരു വികാരം ഉൾക്കൊണ്ട് ആ എക്സ്പ്രഷൻ പുറത്ത് കാണിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് അവൻ്റെ ലൈഫായിട്ട് ഫീൽ ചെയ്യണം, ഒരിക്കലും അഭിനയമായിട്ട് ഫീൽ ചെയ്യരുത്. സത്യം തുറന്നു പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നടന്മാർ ഇന്ന് വരെ ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും ഇതൊരു ജീവിതമാണ് കാണിക്കുന്നത്, അഭിനയമല്ലാന്ന് തോന്നിയിട്ടുള്ള കുറച്ച് വളരെ അപൂർവ നടന്മാരിൽ ഒരാളാണ് സിദ്ദിഖ്. അതുകൊണ്ട് തന്നെ ആ ബുക്കിൻ്റെ പേര് അതല്ലാതെ വേറെ ഒരു ടൈറ്റിൽ ഇട്ടാലും അദ്ദേഹത്തിനെ പോലത്തൊരു പ്രതിഭയ്ക്ക് യോജിക്കില്ല. അതിന് വളരെ സന്തോഷമുണ്ട്. ഒപ്പം ഈ പറയുന്ന പോലെ സിനിമയിൽ ഞാൻ വളരെ ചെറിയ വേഷങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചു വന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായി, അങ്ങനെ ഡബിങ് ആർട്ടിസ്റ്റായി അങ്ങനെ വന്ന ഒരാളാണ്. അപ്പം ഞാൻ പണ്ട് സിദ്ദിഖിനെ ആദ്യമായിട്ട് കാണുന്നത് ഫസ്റ്റ് ബെൽ എന്നുള്ള സിനിമയുടെ ചേർത്തലെ ഷൂട്ടിങ് നടക്കുന്ന സമയത്താണ്. അന്ന് സിദ്ദിഖിനൊക്കെ താരമായിട്ട് നിൽക്കുന്നതായതുകൊണ്ട് ഞാൻ കൂടുതലും മിണ്ടാനൊന്നും വന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള സീരിയൽ തമ്പിച്ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത സീരിയലിൽ ഞാൻ അഭിനയിക്കാൻ, എനിക്ക് ഒരു സീൻ അഭിനയിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് സിദ്ദിഖേട്ടൻ ഒരു ഭയങ്കര ക്യാരക്ടർ, പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ ചെയ്യണം. സത്യം പറഞ്ഞാൽ ഇന്നും നമ്മൾ അഭിനയിക്കുമ്പം ഓരോ ദിവസവും ഒരു ഡയലോഗ് കിട്ടുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന മുഖം വെറുതെ പറയുന്നതല്ല സിദ്ദിഖേട്ടൻ്റെ കാര്യം. എന്ന് വെച്ചാൽ എന്തിനാ ഒരു ഡയലോഗ് കാണാതെ പഠിച്ചു, ഒരു പേജ് ആവട്ടെ 1.5 പേജ് ആവട്ടെ പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ആ ഡയലോഗ് മുഴുവൻ പഠിച്ച് കൃത്യമായ ബ്രേക്കോട് കൂടി പ്രസന്റ് ചെയ്യുന്ന അന്ന് വരെ കണ്ടിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരൊറ്റ ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടുള്ളത് സിദ്ദിഖേട്ടനാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തിനോട് വളരെ ആരാധനയോടെ അടുത്ത്, സിദ്ദിഖേട്ടൻ ഓർമ്മ കാണില്ല, തൈക്കാട് ഒരു വീട് ഷൂട്ട് ചെയ്യുക തിരുവനന്തപുരം. ഞാൻ സിദ്ദിഖേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സാർ ഫ്രീ ആണോ? സിദ്ദിഖേട്ടൻ എന്താണ് പറയും? ഞാൻ ഈ ഡയലോഗുകൾ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് പഠിക്കുന്നത്? അപ്പം സിദ്ദിഖേട്ടൻ എന്നോട് ചോദിച്ചു ഏത് ഡയലോഗാണ് ജയന് പ്രശ്നം? അപ്പം പേര് ചോദിച്ചു ജയനാണെന്നോ? അത് വാങ്ങിച്ചിങ്ങനെ വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു, നമ്മളൊരു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ ഈ സ്ക്രിപ്റ്റിൻ്റെ കണ്ടന്റ് എന്താണ്, ഇതെന്തിനാണ് ഈ സീൻ, ഇതിൽ ഓരോ ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞു പോകേണ്ട മാറ്ററിൻ്റെ ഫ്ലോ. ഇപ്പം അത് എഴുതി വരുന്നത് ഞാനൊരു പേന എടുക്കാം, ആ പേന വെച്ച് ഞാനൊരു വരി എഴുതാം, ആ വരി എഴുതുന്നതിനൊരു കവിത ഉണ്ടാവും, ആ കവിത നിന്നെക്കുറിച്ചായിരിക്കും. ഇതാണ് ഇത് മനസ്സിൽ ഹൃദയസ്ഥമാക്കണം. ഞാനൊരു പേന എടുക്കാം, ആ പേന വെച്ച് ഞാനൊരു വരി എഴുതാം, ആ വരി എഴുതുമ്പോൾ അത് നിന്നെക്കുറിച്ചുള്ളതായിരിക്കും, അതിൽ എൻ്റെ പ്രണയം ഉണ്ടായിരിക്കും, എൻ്റെ സ്നേഹം ഉണ്ടായിരിക്കും എന്നുള്ള അർത്ഥം മനസ്സിൽ പതിഞ്ഞാൽ നമ്മൾ ഡയലോഗ് പറയാൻ തുടങ്ങുമ്പം ഇനി 1 പേജല്ല 10 പേജായാലും ഈ ഡയലോഗുകൾ ഓർഡറിൽ കടകടാന്ന് കൃത്യമായിട്ട് പറഞ്ഞു വരും. നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഇന്ന് സത്യം പറയാം, ഞാൻ അതിൽ ഇന്ന് വരെ പ്രോംപ്റ്റിംഗ് എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ സീരിയൽ അഭിനയിക്കുമ്പോഴായിരുന്നു ഞാൻ മനസ്സുകൊണ്ട് ഒരു ഡയലോഗ് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു മഹൻ വ്യക്തിത്വമാണ്. അപ്പം ഇത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോകുന്ന ഓരോ മനുഷ്യരും സിദ്ദിഖേട്ടൻ വരെ അറിഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല.
ആദ്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പം ഓരോ മനുഷ്യനും മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഇട്ടിട്ട് പോകുന്ന നാഴികക്കല്ലുകൾ ഓരോ സമയത്തും നമുക്കത് പുറത്ത് പറയാൻ ഉള്ള അവസരങ്ങൾ വരും. എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. സിദ്ദിഖേട്ടന് എഴുതാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാ ആശംസകളും. ജയൻ പറഞ്ഞ കാര്യം ഞാനിങ്ങനെ ജയനോട് പറഞ്ഞത് ശരിയാണ്. ഇതൊക്കെ പക്ഷേ നമ്മളായിട്ട് കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗമൊന്നുമല്ല. ഇതൊക്കെ എനിക്ക് മുമ്പേ വന്ന എൻ്റെ സീനിയർ നടന്മാർ എനിക്കും ഇതുപോലെ പറഞ്ഞു തന്ന് അവരും കാണിച്ചു തന്ന വഴികളിലൂടെ നമ്മളങ്ങനെയാണല്ലോ, മറ്റുള്ളവർ വെട്ടിത്തെളിച്ച വഴികളിലൂടെ നമ്മൾ നടക്കും. അപ്പോൾ കൂട്ടത്തിൽ അതുപോലെ ആ വഴിയിലൂടെ മറ്റുള്ളവരും വരും. അങ്ങനെ സിനിമ എപ്പോഴും ഞാൻ സിനിമയിൽ വന്ന കാലത്ത് ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം അതാണ്. പുതുതായിട്ട് ചെറിയ റോൾ ചെയ്യാൻ വരുന്ന എന്നെ പോലും ഏറ്റവും സീനിയറായ നടന്മാർ പോലും വെൽക്കം ചെയ്യാണ് ചെയ്യാൻ. അല്ലാതെ അയാൾ പുതുതായിട്ട് വന്നാലേ അയാളെ മാറ്റി നിർത്തുക, ആ രീതിയിൽ ആരും എന്നോട് അങ്ങനെ പെരുമാറിയിട്ടില്ല. എല്ലാവരും വളരെ വെൽക്കം ചെയ്യും. അപ്പോൾ സിനിമ എപ്പോഴും അങ്ങനെയാണ്, പുതിയ ആളുകളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അപ്പോൾ അത് കണ്ടാണ് ഞങ്ങൾ വളരുന്നത്. അതുകൊണ്ടാണ് പുതുതായിട്ട് വരുന്ന ആളുകളോടും പറഞ്ഞ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരൊരു നേരായ വഴിയിൽ നയിക്കണമെങ്കിൽ എപ്പോഴും സീനിയറായിട്ടുള്ള ആക്ടേഴ്സ് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അത് മറ്റു ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യം ഞാൻ ജനോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിലൊരു പ്രത്യേകിച്ചൊരു മിടുക്ക് അവകാശപ്പെടാനില്ല എന്ന് പറഞ്ഞതാണ്. താങ്ക് യു ജയൻ, താങ്ക് യു ഫോർ കമ്മിങ്. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷമുണ്ട് സിദ്ദീഖിൻ്റെ ഈ പരിപാടിയിൽ അവിടെ നിൽക്കുമ്പോൾ. എല്ലാവരും പറഞ്ഞ് കടന്നുപോയി, ഒക്കെ തന്നെ എനിക്കും പറയാനുള്ളത്. സിദ്ദീഖായിട്ടുള്ളൊരു പരിചയം 40-40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ്. ഇന്നെൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം, നമ്മൾ വിറ്റ്നസ് എന്ന സിനിമ വിജിത് അഭിസാദിൻ്റെ നമ്മളൊരു മുറിയിലായിരുന്നു. അന്ന് സിദ്ദീഖ് പറഞ്ഞൊരു സംഭവം ഞാനിപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് നടക്കുന്ന പൊടിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ സിദ്ദീഖിനോട് ഞാൻ ചോദിച്ചോടാ, എനിക്ക് പറ്റിയൊരു ബിസിനസ് എന്ന് പറഞ്ഞുതരാമോ? അപ്പോൾ സിദ്ദീഖ്, നിനക്ക് പറ്റിയ നിൻ്റെ രൂപം വെച്ചിട്ടുള്ളൊരു ബിസിനസ് തീപ്പെട്ടി കമ്പനിയാണ്. ഇന്നും അറിയില്ല ഇതിനെങ്ങനെ പറഞ്ഞു. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, അശോകനും ജയനൊക്കെ പറഞ്ഞ് കടന്നുപോയി. കാരണം ചെറിയ വേഷങ്ങളിലൂടെ വന്ന സിദ്ദീഖ് ഇന്ന് മലയാള സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളാണ്, നമുക്കറിയാം. ഞാൻ ഇന്നലെ കണ്ട നുണക്കുഴിയിലും സിദ്ദീഖിനെ അറിയാൻ പാടില്ലാത്ത ഒരു ജോലിയാണ് സിദ്ദീഖ് ആ ക്യാരക്ടറോട് ചെയ്തത്. ത്രൂ ഔട്ട് കണ്ടുപിടിച്ചിറങ്ങണ ഒരു ക്യാരക്ടർ അസലായിട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് നിരവധി കഥാപാത്രങ്ങൾ. എന്തായാലും ഒരു പുസ്തകം നമ്മുടെ പിന്നിൽ ഒരു കലാകാരനായാലും വ്യക്തിയായാലും ഒരു മനുഷ്യന് ഒരു പുസ്തകം എഴുതാൻ കഴിയുമ്പോൾ അതിൽ നമ്മൾ ജീവിച്ച് ഇരുന്നുവെന്ന് അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, വലിയൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ പേര് തന്നെ ഞെട്ടിച്ചു. കാരണം വളരെ നന്നായിട്ട് അഭിനയിക്കുന്ന സിദ്ദീഖിൻ്റെ പുസ്തകത്തിൻ്റെ പേര് അഭിനയം അറിയാതെ. അതൊരു പക്ഷേ അദ്ദേഹം ജീവിതത്തിൽ വളരെ ഫ്രീ ആയിട്ട് ഉള്ളതാണ് സിദ്ദീഖ്. സിദ്ദീഖിന് എനിക്ക് വേറൊരു കാര്യം കൂടെ, ഞാൻ പരോടെന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാനും മമ്മൂക്കയും സിദ്ദീഖും കൂടി ഇവിടെ സീനാണ്. അപ്പോൾ സിദ്ദീഖും മമ്മൂക്കയും കൂടി കാറിൽ വരുമ്പോൾ ഞാൻ മദ്യപിച്ച് വന്നിട്ട് തെറി പിടിക്കുന്ന ഒരു ഷോട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ ഷോട്ട് ഞാനങ്ങനെ നടന്നങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഓക്കെ ആണോ അല്ലയോ ഒന്നും അറിയില്ല. അപ്പം കുറെ കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞ് സിദ്ദീഖ് വിളിക്കുന്നുണ്ടെന്നത്. അങ്ങനെ മമ്മൂക്കാടെ വിളിച്ചിട്ട് എന്താണ് അസ്തലായി ഗംഭീരമായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ മജീദ്ക്കാടെന്ന് പറഞ്ഞത് കാരണം എനിക്കൊരു അവാർഡിന് തുല്യമായിട്ട് തോന്നി. കാരണം ആ മമ്മൂക്കാടെ മുമ്പിൽ വെച്ചിട്ട് അത് പറയുമ്പോൾ നമുക്ക് അത് എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് എന്നും ഓർക്കുന്ന ഒരു നിമിഷമാണ്. എന്തായാലും സിദ്ദീഖിൻ്റെ ഈ പുസ്തകം ഇറങ്ങുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിലയിൽ ഒരുപാട് എൻ്റെ മനസ്സ് സന്തോഷിക്കുന്നു. ഇനിയും ഒരുപാട് ഉയർച്ചയിലൂടെ തന്നെ സിദ്ദീഖിൻ്റെ കരിയർ പോട്ടെ. എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് എൻ്റെ ബഹുമാന്യ സുഹൃത്ത് സിദ്ദീഖ് അഹമ്മദിന് ഈ പുസ്തകം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത്. സിദ്ദീഖ് പ്ലീസ്. യെസ്, സിദ്ദീഖയുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളുടെ കൂടെ വേദിയിലുണ്ട് ഈ വലിയ സന്തോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട്. താങ്ക് യു സോ മച്ച് എവരിവൺ ഫോർ കമ്മിങ്. ഓൾറൈറ്റ്, അപ്പോൾ എന്തായാലും ഈ സന്തോഷകരമായിട്ടുള്ള നിമിഷത്തിൽ ഇറം മോട്ടോഴ്സ് ചെയർമാൻ ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് സാറാണ് ബുക്ക് ഏറ്റുവാങ്ങുന്നത്. മറ്റു പ്രിയപ്പെട്ടവരൊക്കെ ഇതിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. മലയാള സിനിമയിൽ ഏറെ പ്രിയപ്പെട്ട സിദ്ദീഖയുടെ പ്രിയപ്പെട്ടവരൊക്കെ ഈ വലിയ സന്തോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് അഭിനയം അറിയാതെ ഓട്ടോബയോഗ്രഫിയുടെ ഔപചാരികമായിട്ടുള്ള ലോഞ്ചിങ് സെറമണിയുടെ ഭാഗമായിക്കൊണ്ട് ഒത്തുചേരുന്നു. വലിയ സന്തോഷവും സ്നേഹവും എല്ലാവരുമായി പങ്കിടുകയാണ്.
മലയാള ചലച്ചിത്ര മേഖലയിൽ അഭിനയ കലയുടെ വൈവിധ്യമാർന്ന ജീവിത മുഹൂർത്തങ്ങൾ സമ്മാനിച്ച അതുല്യ നടനും അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ സിദ്ദിഖ് സാറിന്റെ ആത്മകഥ അഭിനയം അറിയാതെ ഓട്ടോബയോഗ്രഫി ഇവിടെ വെച്ച് ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. ഒരു മനസ്സ് നിറഞ്ഞ ഉള്ള നിറഞ്ഞ കൈഡി എല്ലാവരും ചേർന്നുകൊണ്ട് come on everyone. Yes. വലിയ സന്തോഷം, വലിയ അഭിമാനം. ലിവി പബ്ലിക്കേഷൻസ് ആണ് ബുക്ക് പുറത്തിറക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിലേക്കായി ഈ പുസ്തകം എത്തിക്കുന്നുണ്ട് എന്നുള്ള വലിയ സന്തോഷം കൂടി അറിയിക്കുകയാണ്. ഇറ മോട്ടോഴ്സ് ചെയർമാൻ അദ്ദേഹത്തിലൂടെ ഈ ബുക്കുകൾ ഇനി എല്ലാവരിലേക്കും എത്തുകയാണ് വളരെ പെട്ടെന്ന് തന്നെ, അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്നുള്ള സന്തോഷം കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരുപാട് മെമ്മറീസ് അടങ്ങുന്ന അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി അഭിനയം അറിയാതെ ബൈ സിദ്ദിഖ് ഔപചാരികമായി ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏറെ സ്നേഹവും സന്തോഷവും പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഈ ഒരു മുഹൂർത്തത്തിൽ. ധന്യമായിട്ടുള്ള നിമിഷങ്ങളുടെ ഭാഗമാകുന്നു നമ്മളെല്ലാവരും തന്നെ. ഏറെ സന്തോഷം, ഏറെ അഭിമാനം. വളരെയധികം എത്രയോ പരിചയമുള്ള വളരെയധികം സ്നേഹത്തോടു കൂടി നല്ലൊരു സംസാരമായിരുന്നു, പെരുമാറ്റമായിരുന്നു അന്ന് സിദ്ദിഖിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവിടെ വന്ന് സിദ്ദിഖാക്ക കെയിൽസ് കൺവെൻഷൻ സെന്ററിൽ വന്ന് അവിടെ ആസ്വദിച്ചു, അവിടുത്തെ ഭക്ഷണം കഴിച്ചു നിന്നപ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു മഹാനായ ഒരു അഭിനേതാവ് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അത്രയും ഒരു ബ്രദറിനെ പോലെയായിരുന്നു സിദ്ദിഖാക്ക നമ്മോട് പെരുമാറിയത്. അൽഹംദുലില്ലാഹ് ഇനിയും ആരോഗ്യത്തോടും ആയുസ്സോടും കൂടി ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് സിദ്ദിഖാക്ക അഭിനയിച്ച് കയറ്റി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഈ മെമെന്റോ നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദിഖ് സാറിൽ നിന്ന് തന്നെ ഏറ്റുവാങ്ങിയിരിക്കണം. ഒരു ഗംഭീര കൈയ്യടി കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ഈ ഒരു അവസരത്തിൽ. സിനിമാ മാസികകളിലൂടെയാണ് ഞാൻ സിനിമ എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നതും നടന്മാർ ആരൊക്കെയാണ്, ഇവർ ഏതൊക്കെ സിനിമകളാണ് എടുത്തിട്ടുള്ളത്, ഇതിൻ്റെ നിർമ്മാതാക്കൾ ആരൊക്കെയാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒക്കെ പണ്ട് വീട്ടിൽ വാങ്ങിക്കൊണ്ടിരുന്ന സിനിമാ മാസികകളിൽ നിന്നാണ്. ഇന്നും സിനിമാ സെറ്റുകളിൽ ഇരുന്നിട്ട് നമുക്കൊക്കെ സിനിമയുടെ ചരിത്രത്തെ പറ്റി പറയുമ്പോൾ പലതും എനിക്കും അതിൽ കൂടെ സംസാരിക്കാൻ സാധിക്കുന്നത് ഞാൻ അന്ന് ഈ മാസികകളിലൊക്കെ വായിച്ച് അതെൻ്റെ സിനിമാ താല്പര്യം കൂടി കൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോഴും അത്രയും സിനിമയുടെ ഒരു ചരിത്രത്തെ പറ്റിയൊക്കെ പറയാൻ സാധിക്കുന്നു, അറിയാൻ സാധിക്കുന്നു. അപ്പോൾ അതിനെനിക്ക് തുടക്കം കുറിച്ചത് ഇക്കയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇക്ക എന്നെക്കാൾ മുമ്പ് സിനിമയിൽ വരുമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ എനിക്കാണ് ആദ്യം സിനിമയിലേക്ക് വരാൻ ഒരു എൻട്രി കിട്ടിയത്. അതിനുശേഷമാണ് ഇക്കയും സിനിമയിൽ വന്ന് നിരവധി കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ചു. ഇന്നും സിനിമയിൽ തന്നെ സജീവമായി നിൽക്കുന്ന ഒരാളാണ്. ഇനി ഒരാളെ കൂടി വേദിയിലേക്ക് വിളിക്കാനുള്ള എൻ്റെ മകനാണ്, എൻ്റെ മോൻ ഷഹീൻ. അവനെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇക്ക സിനിമയ്ക്ക് നേരത്തെ വഴികാട്ടിയ മുൻഗാമിയായെങ്കിൽ എൻ്റെ മകൻ എൻ്റെ പിൻഗാമിയായി സിനിമയിലേക്ക് വന്ന ആളാണ്. ഞാൻ അഭിനയിക്കുന്നത് കണ്ടിട്ടോ എന്തോ സിനിമയോട് തന്നെ താല്പര്യം തോന്നി. സിനിമ തന്നെ മതി, സിനിമ തന്നെയാണ് എൻ്റെ മാർഗം എന്ന് പറഞ്ഞിട്ട് സിനിമയിലേക്ക് വന്ന ആളാണ് ഷഹീൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൂടി വേദിയിൽ വരേണ്ടതാണ്. പക്ഷെ അവൻ കുറച്ചാൾ മുമ്പ് ഞങ്ങളൊക്കെ വിട്ടിട്ട് പോയി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖമുണ്ടായ ഒരു ദിവസമായിരുന്നു. അതല്ലെങ്കിൽ ഇന്ന് ഈ വേദിയിൽ എൻ്റെ ആ മോനും ഉണ്ടാവേണ്ടതാണ്. അതിനുള്ള ഭാഗ്യം എനിക്ക് ഇല്ലാതെ പോയി. ഇനിയുള്ളത് എൻ്റെ ഭാര്യയും മോളുമാണ്. അവരിന്ന് വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ എവിടെയോ എൻ്റെ ബായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എത്തിയിട്ടില്ല. എത്തിയിട്ട് അവിടെ സദസ്സിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം. വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇതാണ് ഞങ്ങളുടെ ഒരു കുടുംബം. ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നിൽക്കാനേയും ഒരു വേദിയിൽ ക്ഷണിക്കാനും രണ്ടു വാക്ക് സംസാരിക്കാൻ. എൻ്റെ പേര് മജീദ്. ഞാൻ ഒന്നും കൂടെ ഓർപ്പിച്ച് പറയുന്നു മജീദ്. കാരണം എല്ലാവരും എന്നെ സിദ്ദിഖിൻ്റെ എന്നാണ് പറയുന്നത്. എൻ്റെ പേര് പലർക്കും അറിയില്ല. പലരും ചോദിക്കാറുണ്ട് സിദ്ദിഖിൻ്റെ ഒക്കെ അല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പേര് മറന്നുപോയിട്ടാണ് തോന്നി. ഞാൻ പേര് ഞാനതിന് മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സ് എനിക്കുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം സിദ്ദിഖ് ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ സൗദി അറേബ്യയിൽ വെച്ച് എന്നോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും നല്ലത് നിന്നെ ഞാൻ അതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് സാധിച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ അഭിമാനിക്കുകയാണ്. എൻ്റെ ഉപ്പായോടും മറ്റുമൊക്കെ ഞാനത് വിവരിക്കുകയാണ് ചെയ്തത്. നല്ലൊരു രംഗമാണ്, വേറെ തടസ്സങ്ങളൊന്നുമില്ല. എന്നാലും വലിയൊരു സന്തോഷം ആദ്യമില്ല ഇരുന്നുവെങ്കിലും പിന്നീട് ഉപ്പയും അതിന് സമ്മതം മൂളി ഞങ്ങളുടെ കുടുംബത്തിൽ
എല്ലാ അനുവാദങ്ങളോടും കൂടിയാണ് സിദ്ദിഖ് സിനിമയിൽ വന്നത്. സിദ്ദിഖിൻ്റെ പണ്ട് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വിശേഷ പ്രതിയൊക്കെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും. അതിൽ ആളുകളുടെ ഫോട്ടോയിലൊന്നും സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം വലിയ പ്രശസ്തരായ ആളുകൾ പിന്നീട് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു വിദ്യ അതാണ്. എഴുത്തുകാർ, കവികളൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച അവൻ്റെ ഫേസ്ബുക്ക് മാസികയിൽ സിദ്ദിഖ് എഴുതിയ മുഖപ്രസംഗങ്ങൾ എനിക്ക് ഇഷ്ടമായി. നല്ല കയ്യക്ഷരമാണ്. അതിന് അവനെ പ്രേരിപ്പിച്ചത് ഞങ്ങളുടെ പിതാവാണ്. നല്ല കയ്യക്ഷരത്തോടുകൂടി എഴുതാൻ പഠിപ്പിച്ചതും. അതുപോലെ ഈ പുസ്തകത്തിലെ ഒരു നല്ല ശൈലിയുണ്ട്. ഞാൻ വായിച്ച പുസ്തകമാണ്. നല്ല ഓർമ്മയിട്ട് ഓരോ കാര്യങ്ങൾ ഓർമ്മിച്ചെഴുതിയിട്ടുണ്ട്. പിന്നെ എന്നെ ആകർഷിച്ചത് സമാഗമം എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ പരിപാടി. സാധാരണ ഇൻ്റർവ്യൂ ചെയ്യുന്നവരൊക്കെ ഒരുപാട് സംസാരിക്കുന്നത് കുറച്ച് സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ളൊരു പുതിയ ഇൻ്റർവ്യൂ രീതി ആദ്യമായി കണ്ടത് സമാഗമത്തിലൂടെ. എൻ്റെ അനുജനാണെന്ന് കരുതി ഉള്ളത് കുറക്കാനും പറ്റില്ല, ഇല്ലാത്തത് കൂട്ടാനും ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സത്യമാണ് പറയുന്നത്, മറ്റൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ വരാനും എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. സിദ്ദിഖിൻ്റെ ജ്യേഷ്ഠനിലേക്ക് ചോദിക്കുന്നത് അതെൻ്റെ ഒരു പ്രതികാരമാണ്. കാരണം ഞാൻ സിനിമയിൽ വരുന്നത് വരെ ഞാൻ അറിയപ്പെട്ടിരുന്നത് മജീദിൻ്റെ അനിയനല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നെ ഒരുപാട് കാലം ആളുകൾ വിളിച്ചിരുന്നത് മജീദിൻ്റെ അനിയനല്ലേ എന്നാണ്. അപ്പോൾ അതിനൊന്ന് ഞാൻ പകരം പറ്റിയതായിട്ട് കണക്കാക്കിയാണ്. എൻ്റെ മകൻ ഷഹീൻ എന്താണ് സംസാരിക്കാൻ? എല്ലാവർക്കും നമസ്കാരം. ഈ ബുക്ക്, വാപ്ഷിയുടെ ബുക്ക് ഞാൻ വായിച്ചതാണ്. അതിൽ ലാസ്റ്റ് ചാപ്റ്റേഴ്സിലൊന്ന് എൻ്റെ ബ്രദറിനെ കുറിച്ചാണ്, ഞങ്ങളുടെ സാപ്പിയെ കുറിച്ചാണ്. നിങ്ങൾ എത്ര പേര് ഇങ്ങനൊരു ബുക്ക് വായിക്കുന്നൊരു ശീലമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും ആ ഒരു ചാപ്റ്റർ വായിക്കണം. അത് വായിക്കുമ്പോൾ മനസ്സിലാവും എത്ര വലുതായിരുന്നു സാപ്പി എന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു. കുട്ടി രണ്ടു വാക്കിനെ പറ്റി സംസാരിക്കണം. ഞാൻ സിനിമയിൽ വന്ന് ഏറ്റവും ആദ്യം പരിചയപ്പെട്ടത് മമ്മൂക്കയാണ്. എല്ലാവർക്കും അറിയാം. മമ്മൂക്ക ആദ്യം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ലൊക്കേഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ മമ്മൂക്ക എപ്പോൾ വരും എന്ന് കരുതി കാത്തു നിൽക്കുന്ന സമയത്താണ് നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മൊട്ടത്തിലേക്ക് അടിച്ചിട്ട് മൊട്ടത്തിലേക്ക് ആയിട്ടിങ്ങനെ കാറിൽ വന്ന് ഇറങ്ങി. അപ്പോൾ എന്നെ ആരെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തും എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ മമ്മൂക്ക ഇറങ്ങിയവിടെ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് സംവിധായകനോട് ചോദിച്ചു, ഇതാണോ ഈ സിദ്ദിഖ്? തമ്പികണ തന്നെ പറഞ്ഞു അതെ. അങ്ങനെ എന്നെ നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചു. അന്ന് വാ എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. ഇന്നേ വരെ പോന്ന് പറഞ്ഞിട്ടില്ല. ഇന്നും ഞാൻ മമ്മൂക്കയോടൊപ്പമാണ്. എന്നും നമുക്ക് എൻ്റെ കൂടെ കൂട്ടാറുണ്ട്. മമ്മൂക്ക വഴിയാണ് ഞാൻ സിനിമാ മേഖലയിൽ പലരെയും പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ മമ്മൂക്കയായിട്ടുള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്തുബന്ധം സിനിമാ മേഖലയിൽ തന്നെ എനിക്ക് ഒരുപാട് സഹായകരമായിട്ടുണ്ട്. മമ്മൂക്കയായിട്ട് അത്ര അടുത്ത ബന്ധം പുലർത്തുന്നതുകൊണ്ട് തന്നെയാണ് പല സംവിധായകരും ഞാൻ കാണാൻ ചെല്ലുമ്പോൾ എന്നോട് ഇറങ്ങി പോകാൻ പറയാതിരുന്നിട്ടുണ്ട്. മമ്മൂക്ക എൻ്റെ സിനിമയിലെ വളർച്ചയിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. ആ തുടക്കാലത്ത് തന്നെയാണ് ഞാൻ ഇബ്രാഹിംകുട്ടിയെ പരിചയപ്പെടുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇബ്രാഹിംകുട്ടി സെക്രട്ടറിയും ഞാനും ഒക്കെ മമ്മൂക്കയുടെ സഹോദരങ്ങളായിട്ട് തന്നെയാണ് അന്ന് കൂടെ ഉണ്ടായിരുന്നത്. ഇബ്രാഹിംകുട്ടി യഥാർത്ഥത്തിൽ എൻ്റെ സഹോദരത്തിന് ഈ ചടങ്ങിൽ വന്നതിന് ഒരുപാട് സന്തോഷം. ഇബ്രാഹിംകുട്ടി പറയാനുള്ളത് താങ്ക് യു. സ്നേഹ പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിൽ കുടുംബപരമായൊരു കെമിസ്ട്രി ഉണ്ട്. ഞാൻ അഭിനയത്തിൻ്റെ കഥയൊന്നും പറയാനില്ല. എന്നാലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മൂപ്പരുടെ കൂടെ. സ്ത്രീ എന്ന് പറയുന്ന സീരിയൽ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം അറിയാത്ത സിദ്ദിഖ് 40 വർഷം കൊണ്ട് ഇത്രയും പ്രഗത്ഭമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചെങ്കിൽ അഭിനയം കുറച്ച് അറിയാമായിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും എന്നായിരിക്കും. നല്ല വായനക്കാരന് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. നന്നായി സംസാരിക്കുന്ന അയാൾക്ക് നന്നായിട്ട് എഴുതാനും കഴിയും. സിദ്ദിഖ് നന്നായി സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. മാത്രമല്ല എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് ജയം പറഞ്ഞതുപോലെ അദ്ദേഹം പെട്ടെന്ന് സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ചിട്ട് പറയുമെന്ന് എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു വിഷയമാണ്. നമ്മൾ ഫ്രെയിമിൽ നിൽക്കുമ്പോൾ ഒരു പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ആ ഡയലോഗ് പറയാൻ സാധിച്ചാൽ നമുക്ക് നമ്മുടെ എമോഷൻസും എല്ലാം കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കുവാനും
മാത്രമല്ല ഗ്യാപ്പുകളൊക്കെ കൃത്യമായിട്ടിട്ട് ഡയലോഗ് പറയാനൊക്കെ സാധിക്കും. എല്ലാവരും അത് ഡയലോഗ് കാണാൻ പഠിക്കാൻ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അതൊരു നല്ല ശീലമാണ്. അത് ഞാനൊരു വലിയ കാര്യമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും ഇത്രയും കാലം സിദ്ദീഖിൻ്റെ അഭിനയം നമ്മൾ കണ്ടു. ഞാൻ സിദ്ദീഖയുടെ എഴുത്തും കൂടി നമുക്ക് ആസ്വദിക്കാം. നന്നായിട്ട് എഴുതാൻ കഴിയും, കാരണം നന്നായി സംസാരിക്കും. നല്ല പദസമ്പത്ത് മനസ്സിലുള്ള ആളാണ്. എല്ലാ ആശംസകളും ആയിരം സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. കിരൺരാജ് എന്നോട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ ഒരു സഹോദരനെ പോലെ കാണുന്ന ആളാണ്. എനിക്ക് ഒരുപാട് സ്നേഹവും വാത്സല്യമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ചടങ്ങിൽ ഞാൻ വിളിച്ചിട്ടുള്ളത് കിരൺരാജ് ഓടിയെത്തിയത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മലയാള സിനിമ വന്നിട്ട് ഈ വരുന്ന ജനുവരിയിൽ 20 വർഷമാവും. ശരിക്കും പറഞ്ഞാൽ അതിന് കാരണക്കാരൻ സിദ്ദീഖാണ്. അത് പറഞ്ഞാൽ ഫസ്റ്റ് ഫിലിം തസ്കരവിൻ എന്ന മമ്മൂക്ക പടമായിരുന്നു. അതിൽ ഞാൻ ദുബായ് ബിസിനസ് സമയത്ത് വന്ന് അഭിനയിച്ചതാണ്. ആ പടം കഴിഞ്ഞു. പടം അത്യാവശ്യം നല്ല ഹിറ്റായിരുന്നു. അതിൽ സിദ്ദീഖ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിന് മുമ്പേ പണ്ടേ പരിചയമുണ്ട്. എൻ്റെ കസിൻ്റെ ഷോപ്പിൽ വെച്ച് ഞാൻ കാണാറുണ്ടായിരുന്നു. ഞാൻ കോളേജ് പഠിക്കുമ്പോഴേ. അപ്പോൾ ഞാൻ ആ പരിചയം പുതുക്കി. കുറേ വർഷം ഞാൻ ബാംഗ്ലൂർ ദുബായിലെ മോഡലിംഗ് ആയിരുന്നു. അപ്പോൾ ഈ തിരിച്ച് വന്നിട്ട് സിനിമയ്ക്ക് വേണ്ടി ഞാൻ വന്നു. 2 മാസം ഇവിടെ നാട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. ഇപ്പോഴത്തെ ബിസിനസ് കൂട്ടി കിട്ടി. പിന്നെ ഒരു പണിയില്ലാതെ കൊച്ചിയിൽ കൂടെ തെളിത്തിൽ നടക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ കസിൻ്റെ ഷോപ്പിൽ പോയപ്പോൾ സിദ്ദീഖ് അവിടെ സ്ഥിരം വരുന്നതാണ്. അപ്പോൾ എന്നോട് നീ തിരിച്ചു പോയില്ലേ? അപ്പോൾ എത്ര ലോങ് ഹെയർ ഒക്കെയാണ് ഈ ലുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ലുക്ക് ഞാൻ പടത്തിൽ വെച്ചതാണ്. സിദ്ദീഖ് ആവശ്യം നീ തിരിച്ചു പോയില്ലേ? ഞാൻ പറഞ്ഞ് അത് കൂട്ടിക്കെട്ടി ഞാൻ സിനിമ ട്രൈ ചെയ്യാൻ നല്ല കാര്യം അത്രയും പറഞ്ഞു. പുള്ളിയൊക്കെ പോയി. എന്നിട്ട് നെക്സ്റ്റ് ഡേ എൻ്റെ കസിൻ എന്നെ വിളിച്ചു പറഞ്ഞു, എടാ നീ സിദ്ദീഖ് സാറിനെ ഒന്ന് വിളിക്കണം, നിന്നോട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാൻ സിദ്ദീഖെ വിളിക്കുന്നു. പറഞ്ഞു നീ ഷാജി കലേസിൽ പോയി കാണണം. പുള്ളി തേവരയിലെ ഒരു വൈറ്റ് വാട്ടർ സ്പാറ്റിലുണ്ട്. ഞാൻ പറഞ്ഞാൽ മതി, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോയി ചെയ്ത പടമാണ് ദ ടൈഗർ. അതിൽ സിദ്ദീഖിൻ്റെ അനിയനായിരുന്നു, അങ്ങനെ ക്യാരക്ടറായിരുന്നു, മോനായി എന്ന ക്യാരക്ടർ. അതിനുശേഷം പിന്നെ മാഡപ്പിൻ്റെ സിനിമയിലും സിദ്ദീഖിനെ എന്നെ റെക്കമെൻഡ് ചെയ്തത്. ഇതുവരെ എന്താ പറയുക, ഓൾമോസ്റ്റ് 20 ഇയേഴ്സ് 130ഓളം പടം ചെയ്യാൻ അതിൻ്റെ കാരണക്കാരൻ എനിക്കൊരു ബ്രേക്ക് തന്നത് സിനിമയിൽ തന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത് സിദ്ദീഖ്. അതിന് ഒരുപാട് നന്ദി. ഇതാ ഞാൻ ചുമ്മാ മെസ്സേജ് അയച്ചത് വാട്സാപ്പിൽ ഇതിൻ്റെ അവധി കണ്ടപ്പോൾ. അപ്പം എന്നോട് പറഞ്ഞു നീ എന്തായാലും വരണം. ഞാൻ പറഞ്ഞാൽ വരും, എന്ത് സംഭവിച്ചാലും. എന്തായാലും കൂടുതൽ സംസാരിച്ച് കത്തിവെക്കുന്നില്ല. എല്ലാവർക്കും നല്ല വരട്ടെ. ലോക സംസ്ഥ സുഖനുഭവന്നു. ജയ് ഹിന്ദ്. താങ്ക് യു. വിനു മോഹൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ നടനാണ്. എന്നോടൊപ്പം വളരെ കുറച്ച് ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാനുമായി വളരെയധികം ദൃഢമായൊരു ബന്ധം പുലർത്തുന്ന ഒരാളാണ്. മറ്റൊരു കാരണം കൂടെ ഉണ്ട്, അറിയാമല്ലോ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സായികുമാറിൻ്റെ അനന്തരവനാണ്. അപ്പോൾ അങ്ങനെയും ഞങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു ചടങ്ങിൻ്റെ ഭാഗമാകാൻ സാധിച്ചത്. ഇക്കയുടെ കൂടെ ഞാൻ ആദ്യം അഭിനയിക്കുന്നത് ചട്ടമ്പിനാടാണ്. ചട്ടമ്പിനാടിലാണ് ആദ്യം അഭിനയിക്കുന്നത്. പക്ഷെ അതിനേക്കാളും മുമ്പ് ഞാൻ മജിദിക്കടോട് അഭിനയിച്ചിട്ടുണ്ട്. സൈക്കിളിൽ എൻ്റെ 2ാമത്തെ സിനിമയിൽ മജിദിക്കടോട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും അന്ന് അത് കഴിഞ്ഞിട്ട് പൊതുവെ 3-4 സിനിമകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പുലിമുരുകൻ ചെയ്തു, അതിൻ്റെ നാടകമുരുകം ചെയ്തു, അങ്ങനെ കുറേ സിനിമകൾ ചെയ്തു. പക്ഷെ എനിക്ക് കൂടുതലും അത് നമ്മൾ അന്ന് സംസാരിക്കും വളരെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ തലമുറയിലുള്ള ആൾക്കാരുമായിട്ടും വളരെയധികം സൗഹൃദം ഇക്ക കാത്തു സൂക്ഷിക്കാറുണ്ട്. കാരണം എല്ലാവരുമായിട്ടും ആ ഒരു അടുപ്പം, ആ ഒരു കരുതൽ ഇക്കയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് സത്യം പറഞ്ഞ വലിയൊരു അനുഗ്രഹമായിട്ടാണ് എപ്പോഴും ഞാൻ കാണുന്നുള്ളത്. പിന്നെ ഇപ്പം ഇക്കയുടെ ഈ ബുക്കിനെ കുറിച്ച് പറയുമ്പം എനിക്ക് അതിശയോക്തിയില്ല. കാരണം നമ്മുടെ ഇപ്പം ഈ അസോസിയേഷൻ തുടങ്ങിയിട്ട് ഓരോരോ കാര്യങ്ങൾ എഴുതുമ്പം ഇക്ക വളരെ കൃത്യമായിട്ടാണ് അതിൽ ലെറ്ററുകൾ എഴുതുകയും അല്ലെങ്കിൽ നമ്മളിപ്പം ഓരോരോ പ്രോഗ്രാമിനായിട്ടെല്ലാം കൃത്യമായുള്ള കാര്യങ്ങൾ എഴുതി തരുന്നത് ഇക്കയാണ്. അപ്പം ഇക്ക കറക്റ്റായിട്ട് അത് എഴുതി തരുമ്പോൾ തന്നെ അറിയാം ഇക്കയ്ക്ക് എത്രമാത്രം എഴുതാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ എന്തുമാത്രം നന്നായിട്ട് ഇക്ക എഴുതും എന്ന് മനസ്സിലാക്കാൻ അത് മാത്രം വായിച്ചാൽ മതി. കാരണം അത്രയും ചെറിയ വരികളിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ പുസ്തകവും വായിക്കാൻ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് വായിക്കണമെന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പോയിട്ട് എനിക്കിത് വായിക്കണം. കാരണം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എന്തൊക്കെ ആയിരിക്കാം, എങ്ങനെയാണ് ഇക്കയുടെ ജീവിതത്തിലൂടെ ഈ ബുക്ക് കടന്നു പോകുക എന്നുള്ളത്. അപ്പം ഒരുപാട് സന്തോഷമൊക്കെ വിളിച്ചതിന് വരാൻ സാധിച്ചത്, ഇക്കയുടെ കൂടെ നിൽക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. എല്ലാവിധ ആശംസകളും.
യെസ്, നമ്മളുടെ പ്രിയപ്പെട്ട സിദ്ദിഖ് സാറിന് ഒരു മെമെന്റോ സമ്മാനിക്കുകയാണ് നമ്മുടെ പബ്ലിക്കേഷൻ ആയിട്ടുള്ള ലിപി പബ്ലിക്കേഷന് വേണ്ടി. ഐ വെൽക്കം ലിപി അക്ബർ ഓൺ സ്റ്റേജ്. കൂടെ തന്നെ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള സുരേഷ് സാറിനെ കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് ടു ഹാൻഡ് ഓവർ ദിസ് മെമെന്റോ. ഒരു ഗംഭീര കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. Let me invite Mr. സുരേഷ് on ലിപി അക്ബർ ഓൺ സ്റ്റേജ്. യെസ്, ഈ പ്രോഗ്രാമിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചിട്ടുള്ള സിദ്ദിഖയുടെ കൂടെ തന്നെ നല്ല കട്ടയ്ക്ക് നിന്നിട്ടുള്ള രണ്ട് പ്രിയപ്പെട്ടവരാണ് അക്ബർ സാറും അതുപോലെ തന്നെ സുരേഷ് സാറും. സോ അവരാണ് ഈ ഒരു ലിപി പബ്ലിക്കേഷന് വേണ്ടിയിട്ട് ഈ ഒരു മെമെന്റോ പ്രിയപ്പെട്ട സിദ്ദിഖ് സാറിന് വേണ്ടി സമ്മാനിക്കുന്നത്.